ഭാരതത്തിന്റെ സമഗ്ര വികസനവും സാംസ്കാരിക തനിമയും ദേശീയതയും ഉയർത്തി ബി.ജെ.പി. പ്രകടന പത്രിക. ഏകീകൃത സിവിൽ കോഡും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കും. ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നും മോദിയുടെ ഗ്യാരണ്ടി. 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ, ഭവനരഹിതർക്കായി 3 കോടി വീടുകൾ, വനിതാ സംവരണ നിയമം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്നതാണ് ബി.ജെ.പി. സങ്കല്പ പത്ര. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, സങ്കല്പ പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഭാരതത്തിന്റെ സമഗ്രമായ വികസനവും അതോടൊപ്പം തന്നെ സാംസ്കാരിക ദേശീയതയും ഉയർത്തിപ്പിടിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ സങ്കല്പ പത്ര അതല്ലെങ്കിൽ പ്രകടന പത്രിക എന്ന നിലയിൽ ബി.ജെ.പി. ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങളിൽ ഒന്ന് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തന്നെ ബി.ജെ.പി. വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഉയർത്തി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അതോടൊപ്പം കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതുമെല്ലാം ബി.ജെ.പി. നടപ്പാക്കി കഴിഞ്ഞ പ്രഖ്യാപനങ്ങളാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് ഈ തവണ നടപ്പാക്കിയിട്ടില്ല. അത് അടുത്ത 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒപ്പം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പ്രധാനമന്ത്രി എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടത്തുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയമായി നേരത്തെ തന്നെ ഇക്കാര്യം പല ഘട്ടങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതും ബി.ജെ.പി. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, മധ്യവർഗം, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ തുടങ്ങിയവരുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ഗരീബ് കല്യാൺ അന്ന യോജന വീണ്ടും നീട്ടുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുന്നു. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് ഇപ്പോൾ ഭാരതത്തിൽ നിലവിലുള്ള ഗരീബ് കല്യാൺ അന്ന യോജന. പ്രതിമാസം 5 കിലോ അരിയും 5 കിലോ ഗോതമ്പും മറ്റ് ധാന്യവർഗ്ഗങ്ങളും സൗജന്യമായി നൽകുന്നു. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 57%, 81 കോടി ആളുകളാണ് ഈ ഒരു ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അത് 5 വർഷം കൂടി നീട്ടും എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രകടന പത്രിക ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം സൗജന്യ ചികിത്സയിലേക്ക് 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ, 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ. അതായത് നിലവിൽ ആയുഷ്മാൻ ഭാരത് നമുക്കറിയാം 37 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട്. ഇത് 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ രീതിയിൽ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ എന്ന നിലയിലേക്ക് ആയുഷ്മാൻ ഭാരതിനെ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. ഒപ്പം കിസാൻ സമ്മാൻ നിധി അത് തുടരും. പ്രതിവർഷം 6000 രൂപ കർഷകർക്ക് ലഭിക്കുന്ന പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നിലവിൽ നമുക്കറിയാം ദേശീയപാത വികസനമാണെങ്കിലും എയർപോർട്ടുകളുടെ വികസനമാണെങ്കിലും റെയിൽ ഗതാഗതമാണെങ്കിലും അതിലെല്ലാം വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യം നടത്തിയിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനം തുടരുമെന്നാണ് ഈ പ്രകടന പത്രിക ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂട്ടും. അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിനുകൾ രാജ്യവ്യാപകമായി എത്തുമെന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ 4 ദിക്കുകൾ, ഉത്തരേന്ത്യ, അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതം, നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ് തുടങ്ങിയ 4 ദിക്കുകളിലും ബുള്ളറ്റ് ട്രെയിനുകൾ ഈ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും രാജ്യത്തെ വികസനം എത്തിച്ചുകൊണ്ട് 2047 ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റി വരുന്ന 5 വർഷത്തിനിടയിൽ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റുന്ന പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ ഈ പ്രകടന പത്രികയിൽ ബി.ജെ.പി. ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.